ഐ എം ഹെൽപ്ലെസ്. ഇപ്പൊ ജിജി എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടിങ് വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ, തന്നെ ഞാൻ കുത്തി കൊല്ലുവിടാമെന്ന് ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവരില്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാം, കണ്ടോ, കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത്, മദ്യലഹരിയിൽ ജിജി ഭർത്താവിനെ കുത്തി കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും, എല്ലാം തീർന്നു പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് കേസാക്കണ്ട എന്ന് പോലീസ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല, നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ച് ഒന്ന് ഇടിച്ചിട്ട് MLC ആക്കി കേസാക്കിക്കൊള്ളാം. ഞാൻ എൻ്റെ മക്കളെ ഓർത്തു, ഭാര്യ ഓർത്തു, ചെയ്തില്ല. മറിച്ച് ഞാൻ ചെയ്തതെന്നറിയും, ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവർക്ക് അയപ്പിച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല. ഡിവൈൻ്റെ ആണെങ്കിൽ